third semester degree examination November 2021 അതിലെ കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് സാമ്പിളിംഗ് തിയറി ആ പേപ്പറിലെ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ മീൻ ഓഫ് എ യൂണിഫോം റാൻഡം വേരിയബിൾ വിത്ത് പോസിബിൾ വാല്യൂസ് 1, 2, 3, 4 ആൻഡ് 5. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കയ്യിലൊരു യൂണിഫോം റാൻഡം വേരിയബിൾ ഉണ്ട്. ആ യൂണിഫോം റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് എക്സ് വാല്യൂസ് 1, 2, 3, 4 ആൻഡ് 5. ഇതൊരു ഡിസ്ക്രീറ്റ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ്. ഡിസ്ക്രീറ്റ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ് ടേക്സ് 5 different values. So its PMF is given by f of x is equal to 1 by 5, comma x is equal to 1, 2, 3, 4 and 5. ഇതാണ് നമ്മളെ PMF. ഇനി നമുക്കതിൻ്റെ മീൻ കണ്ടുപിടിക്കാം. മീൻ ഇസ് expectation of x, which is equal to summation over x into f of x. This is equal to summation, ഇവിടെ x എടുക്കുന്ന വാല്യൂസ് x is equal to 1 to 5 ആണ്. x into f of x is 1 by 5. This is equal to 1 by 5 into summation x is equal to 1 to 5x. അതായത് എക്സിന് 1 മുതൽ 5 വരെ വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ദറ്റ് ഈസ് 1 by 5 into 1 plus 2 plus 3 plus 4 plus 5 എന്ന് വരുന്നു. ദറ്റ് ഈസ് 15 divided by 5, which is equal to 3. That is mean of the given uniform distribution will be 3. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഡിഫൈൻ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ assuming values 0, 1, 2, 3 etc. and if PMF, that is probability mass function of x, is given by f of x is equal to, that is probability of capital X is equal to small x, that is x plus r minus 1 CR p raised to r q raised to x. X എടുക്കുന്ന values 0, 1, 2, 3 etc. up to infinity, and here r can be 1, 2, 3 etc. and 0 less than p less than 1 and q is equal to 1 minus p. Then x is said to follow a negative binomial distribution. ഇതാണ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ MGF ഓഫ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ MGF കാണണമെങ്കിൽ നമുക്കതിൻ്റെ PDF എന്താണെന്ന് നോക്കാം. The PDF of an exponential distribution is given by f of x is equal to theta e raised to minus theta x, where x is greater than or equal to 0 and theta, the parameter theta will be greater than 0. ഇതാണ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF. അപ്പോൾ ഇതിൻ്റെ MGF ആണ് കാണേണ്ടത്. അപ്പോൾ what is MGF? MGF mx of t is equal to expectation of e raised to tx. ഇപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇ റേസ് ടു ടി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെ നമുക്ക് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി, എക്സിൻ്റെ റേഞ്ച് 0 to ഇൻഫിനിറ്റി ആണ്, ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ്. ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ തീറ്റ എന്ന് പറയുന്നതിന് നമുക്ക് ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കാം, കാരണം ഇൻ്റഗ്രേഷൻ ഇസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. തീറ്റ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് ഡി എക്സ് എന്നുള്ളതാണ് ഇൻ്റഗ്രൽ വരുന്നത്, അല്ലേ. ദറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് തീറ്റ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഇവിടെ ഇയുടെ 2 പവേഴ്സാണ്, അവ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. ഇ റേസ് ടു ടി എക്സ് മൈനസ് തീറ്റ എക്സ് ഡി എക്സ് എന്നെടുക്കാം. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് തീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഇവിടെ എക്സ് കോമൺ ഫാക്ടറായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമ്മൾ ചെയ്യുന്നത് ഒരു മൈനസ് കൂടി നമ്മൾ പുറത്തേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പം മൈനസ് ഓഫ് ഇങ്ങനെ വരും, തീറ്റ മൈനസ് ടി ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരുന്നു.
കാരണം നമുക്ക് റേഞ്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഹയർ ലിമിറ്റ് അപ്പർ ലിമിറ്റായിട്ട് വരുന്നത് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇൻഫിനിറ്റി ഇവിടെ കൊടുക്കുകയാണെങ്കിൽ മൈനസ് പുറത്തില്ലെങ്കിൽ ആ കംപ്ലീറ്റ് ടേം എന്തായി മാറും? ഇൻഫിനിറ്റി ആയി അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മൈനസിനെ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. തീറ്റനെ പുറത്ത് വയ്ക്കുന്നു. ഇ റേസ് ടു മൈനസ് തീറ്റ മൈനസ് ടി ഇൻറ്റു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് ഓഫ് തീറ്റ മൈനസ് ടി എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് തീറ്റ മൈനസ് ടി ബിറ്റ്വീൻ ലിമിറ്റ്സ്, എക്സിൻ്റെ ലിമിറ്റ്സ് 0 to ഇൻഫിനിറ്റി എന്ന് വരുന്നു. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് തീറ്റ മൈനസ് ടി എന്ന് വയ്ക്കുന്നു. ആൻഡ് എക്സിന് ഞാൻ ആദ്യം തന്നെ അപ്പർ ലിമിറ്റായിട്ടുള്ള ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് വരുന്നത് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരുന്നു. മൈനസ് ഈ എക്സിന് ലോവർ ലിമിറ്റായിട്ടുള്ള 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 എന്ന് വരുന്നു. ആൻഡ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് തീറ്റ മൈനസ് ടി. ഓക്കെ, ഇൻറ്റു ഇവിടെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആൻഡ് ഇ റേസ് ടു 0 is 1. ഇപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ടാവില്ല, ഈ മൈനസും ക്യാൻസൽ ചെയ്യും. നമുക്കതിൻ്റെ MGF തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് ടി എന്ന് കിട്ടുന്നു. വേണമെങ്കിൽ ഇതിനെ തീറ്റ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്ത് ഒന്നും കൂടി അതിനൊരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതുകയാണ് വെച്ചാൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി ബൈ തീറ്റ ഓർ 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു മൈനസ് 1. ഇങ്ങനെയും നമുക്ക് ആൻസർ എഴുതാം. either it can be written as theta divided by theta minus t അല്ലെങ്കിൽ 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു മൈനസ് 1 എന്ന് കൂടി എഴുതാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ഇഫ് എക്സ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 10 ആൻഡ് വേരിയൻസ് 9, ഫൈൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 13. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് 7 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 13. അപ്പോൾ നമുക്ക് അറിയാം നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ 10 എന്ന് തന്നിരിക്കുന്നു, വേരിയൻസ് 9 എന്നും. അതായത് മ്യൂ ഇസ് ഈക്വൽ ടു 10, മീൻ മ്യൂ ഇസ് ഈക്വൽ ടു 10 ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ വിൽ ബി ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് അറിയുന്നത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളുടെ മീൻ 10 ആണ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ആണ്. അപ്പം നമുക്ക് എഴുതാം എക്സ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ, മ്യൂവിൻ്റെ സ്ഥാനത്ത് 10 വന്നിരിക്കുന്നു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയുടെ സ്ഥാനത്ത് 3 എന്ന് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ എഴുതാം. ദെൻ ദ സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയാണ്. ദറ്റ് ഈസ് എക്സ് മൈനസ് മ്യൂവിൻ്റെ സ്ഥാനത്ത് 10 വന്നിരിക്കുന്നു ഡിവൈഡഡ് ബൈ സിഗ്മ 3. അതായത് എക്സ് മൈനസ് 10/3 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളാണ്. ദറ്റ് ഫോളോസ് N0. ഇതാണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുന്നത് അല്ലേ. ഇനി നമുക്ക് ഓരോ പ്രോബബിലിറ്റി ആയിട്ട് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 13. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു, നമ്മൾ ഏതൊരു നോർമൽ റാൻഡം വേരിയബിളിൻ്റെ പ്രോബ്ലത്തിനെയും നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ, നോർമൽ റാൻഡം വേരിയബിളിനെ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കണമെങ്കിൽ നമുക്കറിയാം ഇപ്പം 10 മൈനസ് ചെയ്യണം, അതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് മൈനസ് 10 ഡിവൈഡഡ് ബൈ 3 ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ, എക്സിന് ചെയ്ത അതേ കാര്യങ്ങൾ നമ്മൾ എവിടെയും ചെയ്യണം, അതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പറിനും ചെയ്യാം, 13-ഉം ചെയ്യും. അപ്പോൾ 13 മൈനസ് 10 ഡിവൈഡഡ് ബൈ 3 ഇങ്ങനെ ചെയ്തു അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 10/3 is our standard normal variable Z. But this is probability of Z greater than 13 minus 10 is 3. 3/3 is 1. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 13 എന്നുള്ള നോർമൽ റാൻഡം വേരിയബിളുള്ള ക്വസ്റ്റ്യൻ ഏതാക്കി മാറ്റി, സ്റ്റാൻഡേർഡ് നോർമലുള്ള ഒരു പ്രോബ്ലം ആക്കി മാറ്റി, പ്രോബബിലിറ്റി ഓഫ് Z ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് നോർമൽ കേവ് വരച്ച് നോക്കാം. എന്നിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് നോർമൽ കേവ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ കേവ് വരയ്ക്കണമെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കേവ് വരച്ചു. അത് -∞ മുതൽ
പ്ലസ് ഇൻഫിനിറ്റി വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ആൻഡ് ഇറ്റ്സ് സിമെട്രിക് അബൌട്ട് ദ പോയിന്റ് സെഡ് ഇസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് കാണേണ്ടത് ഈ ഏരിയ കാണുക എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ കർവിൽ ഏരിയ കാണുന്നതിന് തുല്യമാണ്. ഈ പ്രോബബിലിറ്റി കാണുന്നത് ഏരിയ കാണുന്നതിന് തുല്യമാണ്. അപ്പോൾ സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് വരുന്ന ഏരിയ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ സെഡ് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ സെഡ് 1 എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഇതാ ഈ പോസിറ്റീവ് സൈഡിൽ നമുക്ക് കൊടുക്കാം. സെഡ് 1 ആണ്. ഹിയർ സെഡ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് വേണ്ടത് സെഡ് ഗ്രേറ്റർ ദാൻ 1 ഉള്ള ഏരിയ ആണ്. അപ്പോൾ സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ 1നെക്കാട്ടും കൂടുക എന്ന് പറഞ്ഞാൽ 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഈ സെക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ സെക്ഷൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഈസ് പ്രോബബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളിപ്പോൾ 1ൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് 0 to 1 എന്ന് പറയുന്ന പ്രോബബിലിറ്റിയാണ് ടേബിൾ നോക്കിയാൽ കിട്ടുക. പക്ഷെ എനിക്ക് ഏതാ വേണ്ടത്? അതിൻ്റെ ശേഷം വരുന്ന 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള പ്രോബബിലിറ്റിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹാഫ് ദ ഏരിയ, അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയയുടെ പ്രോബബിലിറ്റി നമുക്ക് ഓൾറെഡി അറിയാം. ദാറ്റ് വിൽ ബി 0.5 അല്ലേ. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. 0 മുതൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി ഏരിയ ആണ്. ദാറ്റ് വിൽ ബി 0.5 എന്നറിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പകുതി ഏരിയയിൽ നിന്ന്, അതായത് എനിക്കിപ്പോൾ ഇവിടെയുള്ളത് പകുതി ഏരിയ, അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ, അതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു? ഇൻ ടേംസ് ഓഫ് പ്രോബബിലിറ്റി ആണ് എഴുതുന്നത് വെച്ചാൽ പ്രോബബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അത് പറഞ്ഞാൽ ഈ പകുതി ഏരിയ. അതൊന്ന് ഞാൻ ആരും ഒഴിവാക്കി കളയണം? 0 മുതൽ 1 വരെയുള്ള ഈ ഏരിയനെ ഒഴിവാക്കണം. ആ ഏരിയനെ നമ്മൾ എങ്ങനെയാണ് ഇൻ ടേംസ് ഓഫ് പ്രോബബിലിറ്റി എഴുതുക? 0 മുതൽ 1 വരെയുള്ള ഏരിയ എന്നുള്ളതിന് പ്രോബബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഈ ഏരിയ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയ, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയിരിക്കുന്ന പ്രോബബിലിറ്റി ദാറ്റ് വാല്യൂ വിൽ ബി 0.5 മൈനസ് 0 മുതൽ 1 വരെയുള്ള പ്രോബബിലിറ്റി കാണണമെങ്കിൽ, അല്ലെങ്കിൽ 0 മുതൽ 1 വരെയുള്ള ഏരിയ കാണണമെങ്കിൽ നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസ് ആണ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ആ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നോർമൽ ടേബിൾസ്, സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾസിൽ 1ൽ നോക്കുക. സെഡിൻ്റെ വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. അത് 1ൽ നോക്കുക. അപ്പോൾ 1.0ൽ നോക്കുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ 0.3413 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അതാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ വാല്യൂ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ 0.3413. അപ്പോൾ നമ്മൾ 0.5 എന്ന് 0.3413 ഒഴിവാക്കുന്നു. ഇതാണ് 0.5 എന്നുള്ള പകുതി ഏരിയ. അവിടുന്ന് ഈ ഏരിയ നമ്മൾ ഒഴിവാക്കി കളയുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.1587. ഇതാണ് നമ്മളുടെ റിക്വയർഡ് പ്രോബബിലിറ്റി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത് പ്രോബബിലിറ്റി ദാറ്റ് 7 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 13 ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് 7 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 30 അല്ലേ. അപ്പോൾ ഇതും ഒരു നോർമൽ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിയാണ്. ഇതിനെ ഉടനെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലാക്കി മാറ്റണം. അപ്പോൾ എക്സിനെ സ്റ്റാൻഡേർഡ് നോർമലാക്കുക എന്ന് പറഞ്ഞാൽ എക്സിന്ന് അതിനെ മീനായിട്ടുള്ള 10നെ മൈനസ് ചെയ്യണം. ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതേ കാര്യങ്ങൾ തന്നെ ഇതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും കിടക്കുന്ന നമ്പേഴ്സിനും ചെയ്യണം. അപ്പോൾ 7 ഞാൻ എന്ത് ചെയ്യണം? -10 ഡിവൈഡഡ് ബൈ 3 എന്ന് ചെയ്യുന്നു. ആൻഡ് 13 എന്ത് ചെയ്യുന്നു? 13 -10 ഡിവൈഡഡ് ബൈ 3 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ എന്താ വരുന്നത്? പ്രോബബിലിറ്റി ദാറ്റ് 7 - 10 is -3. -3/3 is -1. Less than x minus 10/3 is our standard normal variable set. Less than 13 minus 10/3 is again 1 അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി എന്തായിട്ട് മാറി? ഒരു സ്റ്റാൻഡേർഡ് നോർമൽ പ്രോബബിലിറ്റി ആയി. പ്രോബബിലിറ്റി ദാറ്റ് -1 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1. ഈ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ കർവിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ എന്താണ് വരുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. സ്റ്റാൻഡേർഡ് നോർമൽ കർവ് നമ്മൾ വരയ്ക്കുന്നു.
അപ്പോൾ ഇവിടെ സെഡ് ഇസ് ഈക്വൽ ടു 0 അത് സിമെട്രിക് ആണ്, മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി. ഇവിടെ സെഡിൻ്റെ വാല്യൂ -1ൻ്റെയും +1ൻ്റെയും ഇടയിൽ കിടക്കണം. അപ്പോൾ -1 എന്ന് പറഞ്ഞാൽ 0ൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും വരും അല്ലേ. ഇവിടെ നമുക്കൊരു -1 നോക്കാം, -1 ഇവിടെ. ആൻഡ് ഇവിടെ നമുക്ക് അതേപോലെ ഇതേ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ എന്താണ് +1 പോസിറ്റീവ് സൈഡിലും വന്നിട്ടുണ്ടോ. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ -1ൻ്റെയും +1ൻ്റെയും ഇടയിലുള്ള ഈ ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏത് ഏരിയ കാണണമെങ്കിലും നമ്മൾ 0 ടു ആ വാല്യൂ എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറ്റി എഴുതിയാലേ നമുക്ക് ടേബിൾസ് നോക്കിയിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഏരിയനെ നമുക്ക് എങ്ങനെ എഴുതാം? -1 മുതൽ +1 വരെയുള്ള ഈ ഏരിയനെ എനിക്ക് എങ്ങനെ എഴുതാം? 0ൻ്റെ ടേംസിൽ എഴുതുമ്പോൾ -1 മുതൽ 0 വരെയുള്ള ഏരിയ പ്ലസ് 0 ടു +1 വരെയുള്ള ഏരിയ, അങ്ങനെ രണ്ട് പീസുകളായിട്ട് ഈ ഏരിയനെ നമുക്ക് കട്ട് ചെയ്തിട്ട് എഴുതാം അല്ലേ. അപ്പോൾ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്, നമ്മൾ -1 മുതൽ 0 വരെയുള്ള ഏരിയനെ നമ്മൾ പ്രോബബിലിറ്റിയുടെ ടേംസിൽ എഴുതുമ്പോൾ മൈനസ് പ്രോബബിലിറ്റി ദാറ്റ് -1 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0 എന്ന് എഴുതി. അപ്പോൾ ഈ പ്രോബബിലിറ്റി കാണിക്കുന്നത് -1 മുതൽ 0 വരെയുള്ള ഏരിയ ആണ്, പ്ലസ് 0 to 1 എന്ന് പറയുന്ന ഏരിയനെ പ്രോബബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1 എന്നും നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ടേബിൾസിൽ നോക്കിയിട്ട് ഈ ഏരിയാസ് ഓരോന്നും കണ്ടുപിടിക്കണം. അതായത് -1 മുതൽ 0 വരെയുള്ള ഏരിയ എന്ന് പറയുന്നതും 0 മുതൽ 1 വരെ എന്ന് പറയുന്ന ഏരിയയും സെയിം ആയിരിക്കും, കാരണം ഇതൊരു സിമെട്രിക് ആയിട്ടുള്ള കേർവാണ് അല്ലേ. അപ്പോൾ നമുക്ക് ടേബിളിൽ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളുകളിൽ എപ്പോഴും പോസിറ്റീവ് സെഡ് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ -1ന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ +1 തന്നെ നോക്കിയാൽ മതി. ആ ഏരിയ എന്താണ്? -1 മുതൽ 0 വരെയുള്ള ഏരിയ ഏതിന് തുല്യം തന്നെയാണ്? 0.3413 തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു 0.3413 പ്ലസ് അതേമാതിരി 0 മുതൽ 1 വരെയുള്ള ഏരിയയും 0.3413 ആണ്. സോ ദ സം വിൽ ബി 0.6826. ഇതാണ് നമ്മളുടെ റിക്വയർഡ് ഏരിയ വരുന്നത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്. എന്താണ് പാരാമീറ്റർ? എനി ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ ഒബ്സർവേഷൻസ് ആർ കോൾഡ് പാരാമീറ്റർ. അതായത് പോപ്പുലേഷൻ്റെ ഫങ്ഷനുകൾ, പോപ്പുലേഷൻ ഒബ്സർവേഷനുകളുടെ ഫങ്ഷനുകളെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ പോപ്പുലേഷൻ അതിനെ നമ്മൾ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. പോപ്പുലേഷൻ വേരിയൻസ് σ², പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, ഇവരെല്ലാവരും എന്താണ്? പാരാമീറ്ററുകളാണ് അല്ലേ. ഇനി സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എനി ഫങ്ഷൻ ഓഫ് സാമ്പിൾ ഒബ്സർവേഷൻസ് ആർ കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്. സാമ്പിൾ ഒബ്സർവേഷൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനുകളെയും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്നാണ് വിളിക്കുക. എക്സാമ്പിൾ, സാമ്പിൾ മീൻ x ബാർ, സാമ്പിൾ വേരിയൻസ് s², സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ s എക്സെട്ര, ഇവരെല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്കുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ലെറ്റ് x1 x2 എക്സെട്ര xn be a sequence of random variables with respective distribution functions f1 f2 etc fn. അതായത് ഈ റാൻഡം വേരിയബിൾസിൻ്റെ ഒക്കെ CDF ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓരോന്നിൻ്റെയും f1 f2 etc fn ആണ്. ലെറ്റ് x be another random variable with distribution function f. Then it is said that the sequence of random variables sequence xn for n greater than 1 converge in distribution to a random variable x as n tends to infinity if fn of x tends to f of x as n tends to infinity, and it's denoted as xn tend to x d എന്ന് എഴുതി in distribution. അപ്പം എപ്പോഴാണ് ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് കൺവേർജസ് ടു എ റാൻഡം വേരിയബിൾ എക്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്? ആ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിളുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലേക്ക് ടെൻഡ് ചെയ്യുന്നു ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ പറയുന്നത് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് സെൻട്രൽ ലിമിറ്റ് തിയറം.
Central limit theorem states that the sum of a very large number of random variables is approximately normally distributed with mean equal to sum of their means and variance equal to sum of their variances, provided they satisfy some very general conditions. ഇതാണ് സെൻട്രൽ ലിമിറ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ സെൻട്രൽ ലിമിറ്റ് തിയറത്തിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ലിൻബർഗ് ലെവി സെൻട്രൽ ലിമിറ്റ് തിയറം, ലിൻബർഗ് ലെവി സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത് x1 x2 എക്സെട്ര xn എന്നൊക്കെ പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഐഡൻറ്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് ആയിരിക്കണം വിത്ത് ദെയർ മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ, ദെൻ ദെയർ സം Sn will follow a normal distribution with mean n mu and variance n sigma square or standard deviation root n sigma. ഇത് ലിൻബർഗ് ലെവി ഫോം ഓഫ് സെൻട്രൽ ലിമിറ്റ് തിയറമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേംസ് പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിംഗ് ഫ്രീ. അപ്പം എന്താണ് ഒരു പോപ്പുലേഷൻ? നമ്മൾ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻ്റെ ഡെഫിനിഷനാണ്. എ സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻ ഇസ് ദ സെറ്റ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് which can be treated as the admissible values of a random variable where the random variable represents the characteristic understood. സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷനെ നമുക്ക് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ നമ്പേഴ്സ് ഒരു നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? എ സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. And second one is sampling frame. Sampling frame is the list of all units in the population from which samples can be selected. And each element in the sampling frame is called the sampling unit. Next one is define simple random sampling. Simple random sampling is a type of probability sampling in which each unit of the population has equal chance of being selected into the sample. The sample obtained using simple random sampling is called simple random sample. അപ്പം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പോപ്പുലേഷനിൽ നിന്ന് നമ്മളൊരു സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആ പോപ്പുലേഷനുള്ള എല്ലാ യൂണിറ്റുകൾക്കും എൻ്റെ സാമ്പിളിലേക്ക് വരാൻ ഒരേ ചാൻസാണ്. Simple random sampling is used to select a sample when the population is homogeneous. ഹോമോജീനിയസ് ആയിട്ട് അതായത് യൂണിഫോം ആയിട്ടുള്ള എല്ലാ ഒബ്സർവേഷനും ഒരേപോലെയുള്ള ടൈപ്പിലുള്ള പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളുകളെ സെലക്ട് ചെയ്യാനാണ് നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. There are two types of simple random sampling. It can be classified into two. One is simple random sampling with replacement and another one is simple random sampling without replacement. അടുത്ത question, find the probability that the sample mean of a random sample of size 16 taken from a normal population with mean 2 and variance 4 is less than 1. ഇതാണ് നമുക്ക് അടുത്ത നോക്കേണ്ട ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് സാമ്പിൾ മീനിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാമ്പിൾ മീനിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണണമെങ്കിൽ തന്നിരിക്കുന്നത് സാമ്പിൾ സൈസ് n=16 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ആ സാമ്പിൾ എടുത്തിരിക്കുന്ന നോർമൽ പോപ്പുലേഷൻ്റെ മീൻ μ=2 എന്നും ആ നോർമൽ പോപ്പുലേഷൻ്റെ വേരിയൻസ് σ²4 എന്നും തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് σ=2 എന്ന് പറയും അല്ലേ. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് അറിയുന്നത്. അതായത് ഒരു നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ 2 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആയിട്ടുള്ള ഒരു നോർമൽ പോപ്പുലേഷനാണ് നമ്മൾ സൈസ് 16 ഒരു സാമ്പിൾ എടുത്തിരിക്കുന്നത്. അപ്പം സാമ്പിൾ മീനിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എക്സ് ബാർ വിൽ ഫോളോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ σ/√n എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എക്സ് ബാർ ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ദറ്റ് ഇസ് 2 ആൻഡ് σ/√n. ഇപ്പോൾ σ/√n എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഡിവൈഡഡ് ബൈ √16
അല്ലേ? 2 സിഗ്മ ബൈ റൂട്ട് ദറ്റ് ഈസ് 2/4 എന്ന് വരും, വിച്ച് ഇസ് 1/2. അപ്പം 2,1/2 എന്ന് പറയുന്ന ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് എക്സ് ബാർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയാമെങ്കിൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ പറയുന്നു. അപ്പോൾ നോർമൽ റാൻഡം വേരിയബിൾ മൈനസ് ഇറ്റ്സ് മീൻ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോളോസ് N01. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ദാറ്റ് ദ സാമ്പിൾ മീൻ ഈസ് ലെസ് ദാൻ 1. അതിനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അതായത് പ്രോബബിലിറ്റി ദാറ്റ് സാമ്പിൾ മീൻ എക്സ് ബാർ ഈസ് ലെസ് ദാൻ 1. ഈ പ്രോബബിലിറ്റി നമുക്ക് കാണണം. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്, ഉടനെ തന്നെ സ്റ്റാൻഡേർഡ് നോർമൽ ആയിട്ട് മാറ്റണം. അപ്പോൾ എക്സ് ബാറിനെ സ്റ്റാൻഡേർഡ് നോർമൽ ആക്കാൻ എക്സ് ബാർ -2 ഡിവൈഡഡ് ബൈ 1/2 ലെസ് ദാൻ 1. അപ്പോൾ 1നെയും ഇതേപോലെ എക്സ് ബാറിനെ ചെയ്ത പോലെ ഇന്ന് -2 ചെയ്യണം, ഡിവൈഡഡ് ബൈ 1/2 എന്നും ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ബാർ -2/1/2 ഈസ് സെഡ് ലെസ് ദാൻ 1 - 2 ഈസ് -1. -1 ഡിവൈഡഡ് ബൈ 1/2 ഈസ് -2. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് ആക്കി മാറ്റിയപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് സെഡ് ഈസ് ലെസ് ദാൻ -2 എന്ന് പറയുന്ന പ്രോബബിലിറ്റിയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ് വരയ്ക്കുകയാണ് നമ്മൾ. ഇപ്പം ദിസ് ഇസ് അവർ സ്റ്റാൻഡേർഡ് നോർമൽ കേർവ്. -∞ ഇവിടെ, +∞, നടുവിൽ സിമെട്രിക് അബൌട്ട് 0. അപ്പോൾ സെഡ് ലെസ് ദാൻ -2 ആണ് നമുക്ക് വേണ്ടത്. അപ്പം -2 എന്ന് പറഞ്ഞാൽ ഏകദേശം നെഗറ്റീവ് സൈഡിലേക്ക് വരും. ആൻഡ് സെഡ് ലെസ് ദാൻ -2 എന്ന് പറഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ -2നെക്കാട്ടും കുറവാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഏരിയ ആണ് ആവശ്യം. ഓക്കെ, അപ്പോൾ ഈ ഏരിയ നമുക്ക് ഒരിക്കലും ഡയറക്റ്റായിട്ട് ടേബിളിൽ നോക്കിയാൽ കിട്ടില്ല. ടേബിളിൽ നോക്കിയാൽ എപ്പോഴും 0 to 2 വരെയുള്ള ഏരിയ കിട്ടുള്ളൂ. അല്ലെങ്കിൽ -2 to 0 എന്ന് പറയുന്ന ഏരിയയെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ നോക്കിയാൽ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പകുതിയുള്ള ഏരിയ -∞ to 0 വരെയുള്ള ഏരിയയിൽ നിന്ന് നമ്മൾ ടേബിൾ നോക്കിയാൽ കിട്ടുന്ന ഈ ഏരിയ -2 മുതൽ 0 വരെയുള്ള ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഏരിയ കിട്ടുമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ദാറ്റ് പകുതി ഏരിയനെ കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റി ആയിട്ട് എഴുതുമ്പോൾ -∞യുടെയും 0-ൻ്റെയും ഇടയിലുള്ള ഏരിയനെ നമ്മൾ പ്രോബബിലിറ്റി ദാറ്റ് -∞ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0 എന്ന് എഴുതുന്നു. -2 മുതൽ 0 വരെയുള്ള ഏരിയനെ പ്രോബബിലിറ്റി ദാറ്റ് -2 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0 ഇങ്ങനെ എഴുതും അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ദ ഏരിയ ഇസ് 0.5 -2 മുതൽ 0 വരെയുള്ള ഏരിയ ടേബിളിൽ നോക്കണമെങ്കിൽ നമ്മൾ സെഡ് 2 ഉള്ള ഏരിയയിൽ തന്നെ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, -2 മുതൽ 0 ഉള്ള ഏരിയയും 0 മുതൽ 2 വരെയുള്ള ഏരിയയും സെയിം ആയതുകൊണ്ട് നമുക്കിതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിളിൽ സെഡിൻ്റെ വാല്യൂ 2 ആയവിടെയാണ് നമ്മളിവിടെ ഏരിയ നോക്കുന്നത്. സെഡ് 2 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏരിയ 0.4772 ആണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പം ദിസ് ഇസ് 0.4772. അപ്പോൾ 0.5 എന്ന് ഞാൻ ആരെ മൈനസ് ചെയ്യണം, 0.4772നെ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.0228. ദിസ് ഇസ് ദ റിക്വയർഡ് പ്രോബബിലിറ്റി. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, if x and y are independent standard normal random variables, identify the probability distribution of x minus y divided by x plus y the whole square. അല്ലേ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എക്സും വൈയും രണ്ടുപേരും സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾസ് ആണ്. എക്സ് ഫോളോസ് N01 ആൻഡ് വൈ ഫോളോസ് N01. ഇങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ് എക്സ് പ്ലസ് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ് മൈനസ് വൈൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം, നോർമൽ റാൻഡം വേരിയബിളിൻ്റെ കേസിൽ എഡിറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് എക്സ് ഫോളോസ് N(μ1, σ1) ആൻഡ് വൈ ഫോളോസ് N(μ2, σ2) ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഫോളോ ചെയ്യുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് മീൻ
mu1 plus mu2 and വേരിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുകയാണെന്ന് വെച്ചാൽ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ എന്ന് നമുക്കറിയാം. അതേമാതിരി എക്സ് മൈനസ് വൈ വരികയാണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. മീൻ mu1 മൈനസ് mu2വും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ തന്നെയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എഡിറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ എക്സും വൈയും സ്റ്റാൻഡേർഡ് നോർമലാണ്, വിച്ച് ഇസ് ഓൾസോ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. സ്റ്റാൻഡേർഡ് നോർമൽ എന്ന് പറഞ്ഞാലും നോർമൽ തന്നെയാണ്. എക്സും വൈയും ഫോളോ ചെയ്യുന്നത് N01 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഫോളോ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും? നോർമൽ ആയിരിക്കും, വിത്ത് മീൻ mu1 പ്ലസ് mu2. അപ്പോൾ mu1 പ്ലസ് mu2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് 0 പ്ലസ് 0 ആണ് അല്ലേ, ദറ്റ് ഈസ് 0. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ ആണ്, ദറ്റ് ഈസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ദറ്റ് ഈസ് റൂട്ട് 2. അപ്പം എക്സ് പ്ലസ് വൈ ഫോളോ ചെയ്യുന്നത് 0, എന്ന് പറയുന്ന ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതേപോലെ എക്സ് മൈനസ് വൈ ഫോളോ ചെയ്യുന്നതും നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്, വിത്ത് മീൻ mu1 മൈനസ് mu2 ആണ്. mu1 മൈനസ് mu2 പറയുമ്പോൾ 0 മൈനസ് 0 തന്നെ, അത് 0 തന്നെ കിട്ടും. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് അഗെയിൻ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ തന്നെയാണ്, ദറ്റ് ഈസ് റൂട്ട് 2. അപ്പോൾ രണ്ടും എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്, വിത്ത് മീൻ 0 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് 2. അതുമാതിരി എക്സ് മൈനസ് വൈയും ഫോളോ ചെയ്യുന്നത് മീൻ 0വും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് 2 ഉള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് അല്ലേ. അപ്പം നമുക്കതിന് കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് നോർമൽ എങ്ങനെയാണ് എഴുതുക? സ്റ്റാൻഡേർഡ് നോർമൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് പ്ലസ് വൈ ദ നോർമൽ റാൻഡം വേരിയബിൾ മൈനസ് ഇറ്റ്സ് മീൻ, ദറ്റ് ഈസ് മൈനസ് 0 divided by its standard deviation, that is x plus y by root 2. അത് ഫോളോ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഓർത്ത് വയ്ക്കണം. എക്സ് പ്ലസ് വൈ ഇസ് നോട്ട് സ്റ്റാൻഡേർഡ് നോർമൽ, എക്സ് പ്ലസ് വൈ ഇസ് നോർമൽ വിത്ത് പാരാമീറ്റർ 0, റൂട്ട് 2. കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് നോർമൽ ഏതാണ്? എക്സ് പ്ലസ് വൈ ബൈ റൂട്ട് 2 ഈസ് ദ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. അതുമാതിരി എക്സ് മൈനസ് വൈ ഫോളോസ് N01, ദെൻ കറസ്പോണ്ടിങ് സെഡ് എന്തായിരിക്കും? എക്സ് പ്ലസ്, ഇത് നമുക്ക് Z1 എന്നും ഇതിന് Z2 എന്ന് പേര് കൊടുക്കാം, രണ്ടും സ്റ്റാൻഡേർഡ് നോർമൽ അല്ലേ. അപ്പം എക്സ് മൈനസ് വൈ ബൈ റൂട്ട് 2, ദിസ് വിൽ ഫോളോസ് N01. അപ്പം നമുക്കിവിടെ രണ്ട് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ഏതാണ്? എക്സ് പ്ലസ് വൈ ബൈ റൂട്ട് 2വും മറ്റൊന്ന് എക്സ് മൈനസ് വൈ ബൈ റൂട്ടും. ഇത് രണ്ടുമാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾസ് അല്ലേ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്ട്രിബ്യൂഷൻ ആരുടെയാണെന്ന് നോക്കാം. എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെടുക്കണു. നമുക്ക് വേണ്ടത് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ, സോറി എക്സ് മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ ആണ് നമ്മൾ എഴുതുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് കാണേണ്ടത്. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഞാനിവരെ മുകളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള ആളുകളെ ഞാൻ റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ് മൈനസ് വൈ ബൈ റൂട്ട് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ബൈ റൂട്ട് 2. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ എഫക്റ്റ് എന്തായാലും ക്യാൻസൽ ആയിപ്പോവും, റൂട്ട് 2 ക്യാൻസൽ ആയിപ്പോവും. പക്ഷേ നമുക്ക് മുകളിലൊരു സ്റ്റാൻഡേർഡ് നോർമൽ കിട്ടുന്നു, താഴെയും ഒരു സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ കിട്ടുന്നു, സ്ക്വയർ അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് ഞാൻ Z1 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ദിസ് ഇസ് Z1 ഡിവൈഡഡ് ബൈ താഴെയുള്ള സ്റ്റാൻഡേർഡ് നോർമലാണ്, അതിന് Z2 എന്ന് പേര് കൊടുത്തിരിക്കുന്നു, ഹോൾ സ്ക്വയർ. ഓർ ദിസ് ഇസ് Z1 സ്ക്വയർ ഡിവൈഡഡ് ബൈ Z2 സ്ക്വയർ എന്ന് എഴുതാം. ആൻഡ് ഇവർ Z1 സ്ക്വയർ എന്ന് പറയുന്നത്, Z എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ Z സ്ക്വയർ വിൽ ഫോളോസ് എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ. അപ്പോൾ നമ്മളടുത്ത് രണ്ട് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ് ആണുള്ളത്, Z1ഉം Z2. അപ്പോൾ നമുക്ക് പറയാം Z1 സ്ക്വയർ വിൽ ഫോളോ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. Z2 സ്ക്വയർ വിൽ ഫോളോ എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് നമുക്ക് എഴുതാം.
അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ അഗെയിൻ ഡിവൈഡഡ് ബൈ 1 എന്ന് കൂടി എഴുതും. കാരണം ദിസ് ഇസ് എ കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം. താഴെ എന്താ വരുന്നത്? വിച്ച് ഇസ് അഗെയിൻ എ കൈ സ്ക്വയർ റാൻഡം വേരിയബിൾ ഓഫ് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ റാൻഡം വേരിയബിൾസ് ബൈ ദെയർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ആ പാറ്റേൺ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിലും താഴെയും ഡിവൈഡഡ് ബൈ 1 എന്ന് കൊടുത്തത്. ആൻഡ് the ratio of 2 chi-square random variables by their degrees of freedom, that will follow a F distribution with 1,1 degree of freedom. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റാൻഡം വേരിയബിൾ എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഫോളോസ് ആൻ എഫ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ടി ഡിസ്ട്രിബ്യൂഷൻ. Let t be a continuous random variable assuming values in the range -infinity to +infinity, and if PDF of t is given by f of t is equal to 1 by root n beta half comma n by 2 1 plus t square by n whole raised to minus of n plus 1 by 2, then minus infinity less than t less than plus infinity, then t is said to follow a student's t distribution with n degrees of freedom. ഇതാണ് t distributionന്റെ definition.